ഹായ്, ഗുഡ് മോർണിംഗ്. ജോർജിയയിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ്. നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇന്നിവിടെ. ഇന്നലെ രാത്രിയിൽ നമ്മൾ കുറച്ച് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളും അവിടുത്തെ നൈറ്റ് വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. അപ്പോൾ അതേ നമ്മൾ രാവിലെ റിയ വണ്ടിയും കൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 7:30 മണി ആയിട്ടുണ്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാനാണ്. നമ്മൾ വരുന്ന വഴിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ അവിടെ പോയിട്ട് ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരത്തെ അങ്ങനെ ജക്കാർത്തയിലേക്ക് പോകും. ജക്കാർത്തയിൽ നമ്മൾ ബാലിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നും പറയാൻ പറ്റില്ല. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് വൈകുന്നേരം ജക്കാർത്തയിലേക്ക് ബൈ ട്രെയിൻ പോയിട്ട് ജക്കാർത്ത എയർപോർട്ടിനടുത്ത് സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ ജക്കാർത്ത ടു ബാലി, ദെൻ ബാലിയിൽ 2-3 ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനാണ് പ്ലാനിങ്. അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യൻ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളും വഴികളും യാത്രകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇവിടുന്നും സ്ഥിരമായിട്ട് ഇപ്പോൾ യോഗ്യക്കാർത്തയിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. റിയ സജസ്റ്റ് ചെയ്ത നല്ലൊരു ഹോട്ടലാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവിടെ ബൊഫേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിക്കൻ, ഫിഷ്, ബീഫൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കപ്പല്ലേ, കപ്പേൻ്റെ ഇല വെച്ചിട്ടുള്ള തോരന്, പച്ചപ്പയർ ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള തോരന്, വൈറ്റ് റൈസ്, പിന്നെ നമ്മൾ സാധാരണ ഐസ് ടീ, മാംഗോ ജ്യൂസ്, ഇതൊക്കെയാണ് ഇവിടെ രാവിലെ കിട്ടുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. കണ്ടോ, പച്ചപ്പയറും പിന്നെ ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഞാൻ കുറച്ച് റൈസും അതിലേക്ക് ഈ തോരനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഉള്ളിവട, പിന്നെ ബ്രെഡ് കൊണ്ടുള്ള ബ്രോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഫിഷ് കറി ഉണ്ട്. ഫിഷ് കറിയിൽ 3-4 ഐറ്റം ഉണ്ട്. എഗ്ഗ് കറി ഉണ്ട്. ഈ ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെ ഇവരുടെ ഭയങ്കര സ്വീറ്റാണ്, ചെറുതായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ എനിക്കത് കാര്യമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇവർ ഫിഷ് ഫ്രൈയിൽ ഓവർ മസാല ഒന്നും ഇവർ പുരട്ടില്ല, മസാല കുറവായിരിക്കും, ഭയങ്കര ഫ്രൈ ആയിരിക്കും. വലിയ വലിയ സൈസ് മീനുകളാണ്. നമ്മളെ നാട്ടിലെ ചൂരമീനൊക്കെ കണ്ടോ, ചൂരമീനാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഇന്തോനേഷ്യയിൽ വന്നിട്ട് കഴിച്ചത്. ഈ റൈസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമുക്ക് അൺലിമിറ്റഡ് ആണ്, ആവശ്യമുള്ളത്ര എടുത്ത് കഴിക്കാം. അപ്പോൾ തന്നെ ഞാനൊരു പ്ലേറ്റിൽ 1-2 ഫിഷും 1 പീസ് ചിക്കനും കുറച്ച് വൈറ്റ് റൈസും കപ്പേൻ്റെ ഇല വെച്ച് ഇലക്കറി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. എൻ്റെ കൂടെ റിയ ഉണ്ട്, മൻസൂർ ഭായ് ഉണ്ട്, അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യോഗ്യക്കാർത്തയിലെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ കഴിഞ്ഞു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു ബൊഫേ മോഡലൊക്കെയാണ്. കുറേ ഫിഷും നല്ല ചൂരമീനൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലത്തെ നല്ല വൈറ്റ് റൈസ് കണ്ടോ, നല്ല ആവി ചൂടോടുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഫ്രഷ് ആയിട്ട്. വൈറ്റ് റൈസും പിന്നെ ഇവിടെ കറികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു ഗൈസ്, കണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വളരെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് പോവുകയാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ്. ബോറോ ബുദ്ധർ എന്നാണ് അതിൻ്റെ പേര്. ഇന്തോനേഷ്യയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ടെമ്പിളാണ്. ഈ ഒരു യോഗ്യക്കാർത്തയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ടെമ്പിൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രമ്പനൻ ടെമ്പിളൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു ഫേമസ് ടെമ്പിളാണ്. ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കണ്ടോ, ബൈ റോഡ് അടിപൊളി കാഴ്ചകളാട്ടോ. 2 സൈഡും ഇങ്ങനെ നെൽപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളാണ് കൂടുതലായിട്ട്. ഇവിടെ കർഷകരാണ്, സാധാരണ ഇന്തോനേഷ്യൻ ആളുകളാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത്. ഉൾഗ്രാമത്തിലൂടെയുള്ള യാത്ര നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ, കാരണം എത്ര നമുക്ക് ആസ്വദിച്ചാലും മതി വരില്ല. അത്രയും പ്രകൃതി ഭംഗിയും ഒക്കെയുള്ള ഗ്രാമീണ പ്രദേശമാണ് ഈ യോഗ്യക്കാർത്തയിലും ജക്കാർത്തയിലും ഒക്കെ നമുക്ക് ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. അപ്പോൾ 1 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബോറോ ബുദ്ധർ ടെമ്പിൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. റിയ, ടുഡേ ഫസ്റ്റ് പ്ലാൻ go to Borobudur temple, and then Mendut temple, okay, and then next Songgolangit. Okay, maybe 400,000 in rupiahs in Indonesian money. Yeah, Indonesian money. Indian money around 2,000. Yeah, maybe 4 എന്താ തിരുമക്കാസി sama-sama കണ്ട ഗായ്സ്, നമ്മള് ഇന്തോനേഷ്യൻ ഭാഷ പഠിച്ചിട്ടോ. തിരുമക്കാസി സമ നമ്മൾ മറ്റേ ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വേർഡുകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെ യാത്രയിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റി, ഒരു ടെമ്പിളാണ്, ബുദ്ധ ടെമ്പിളിന് ബോറോബുദ്ദൂർ ടെമ്പിൾ, അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ നമ്മുടെ സോളോ ട്രിപ്പ് ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മളൊരു ടെമ്പിൾ കണ്ടിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മെയിൻ സിറ്റികളിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല, നമ്മൾ കുറച്ച് ഔട്ടറാണ് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, അധികം ആരും എത്തിപ്പെടാത്ത കുറച്ച് നല്ല സ്പോട്ടുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിലും കാണാൻ സാധിക്കും. Very cheap morning price. Do the morning. How much? This one 150, then 120 this one. This the big one, the small one. You mean the morning? Okay. Nice. Discount. Handsome for you. How much for you? Okay. Wait, how much? Motor. Motor is നമ്മളിത് 4 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നമ്മളങ്ങനെ ബോറോബുദ്ദൂർ, ഇന്തോനേഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഈ സ്ഥലം. ഒരു ബുദ്ധ ടെമ്പിളാണ് അല്ലേ, ബുദ്ധ ടെമ്പിളാണ്. 3 ബുദ്ധ ടെമ്പിളുകൾ ചേരുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഇവിടെ ഇന്നലെ കണ്ട അതേ അല്ലേ, നമ്മൾ ഇന്നലെ കണ്ട ഫോറിനേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കയ്യിൽ 4 ലക്ഷം രൂപ ഉണ്ട് കേട്ടോ. ഓരോ ലക്ഷം രൂപയുടെ 4 നോട്ടുകളുണ്ട് ഗായ്സ് കയ്യിൽ, കണ്ടല്ലോ. അപ്പോൾ 4 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 2000 രൂപയാണ്. ഇവിടെ 1 ലക്ഷം എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. അപ്പോൾ 4 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 2000 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ ലോക്കൽ ആളുകൾക്കും അതുപോലെ തന്നെ ഫോറിനേഴ്സിന് വേറെ വേറെ കൗണ്ടറുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇന്നലെ മിസ് ചെയ്തൊരു സ്പോട്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു ടെമ്പിൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. ഇവിടുത്തെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആ ഒരു ബുദ്ധക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്, ബോറോ ബുദ്ധർ കേട്ടോ. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സും അതുപോലെ ഇന്തോനേഷ്യൻ പീപ്പിൾസ്, മലേഷ്യൻ കൺട്രീസിൽ നിന്നും പല പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾസ് കാണാനായിട്ട്. ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് ഒരു കവറുണ്ട്, കവർന്ന് എടുത്തിട്ട് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാവൂ. ചെരുപ്പിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. 2000 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഇവിടെ കേട്ടോ. ഒരാൾക്ക് 2000 രൂപ ഇന്ത്യൻ മണി കേട്ടോ. ഇന്തോനേഷ്യൻ മണി ഏകദേശം 4 ലക്ഷം രൂപ വരും. 4 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി 2000 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അപ്പോൾ നമ്മുടെ മൻസൂർ ഭായും റിയും പുറത്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. എൻട്രി ടിക്കറ്റ് ഇത്ര എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ മാത്രം കയറിയതാണ് കേട്ടോ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോറോബുദ്ദറിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗായ്സ്. ഇന്തോനേഷ്യയിലെ മധ്യ ജാവയിലെ മാഗോലാങ്ങിലാണ് ഈ ഒരു ബോറോബുദ്ദർ എന്ന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മഹായാന ബുദ്ധ വിഹാരമാണ്. അതുപോലെ തന്നെ സ്മാരകത്തിൽ ഒന്നിനു മുകളിൽ ഒന്നായി 6 ചതുരപീഠങ്ങളും അതിനു മുകളിൽ 3 വൃത്താകാര പീഠങ്ങളും ഉണ്ട്. 2672 ശില്പഫലകങ്ങളും 504 ബുദ്ധ പ്രതിമകളും ഉണ്ട് എന്നാണ് ഇതിനകത്തുള്ള ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഭയങ്കര മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾസ് ആണ്. ഇന്തോനേഷ്യയിൽ വരുമ്പോൾ യോഗ്യകാർത്തയിലെ ഈ ഒരു ടെമ്പിൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. AD 778 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എന്ന്. Kita butuh 4 orang. 4 orang maju ke depan. Teman-teman dari sebelah kanan, monggo Bapak Ibu. Ya. Silakan. Yang bawah Bapaknya udah follow Pak. udah follow. Sudah, Mbak Nawi? Udah. Sudah. Selanjutnya yang kedua adalah review. Cek di Play Store, Pak. Play Store-nya dibuka Bapak sebelah kanan. Play Store. Mobile banking Bank BPDB. ജലാൻ
മാലിബോറോ സ്ട്രീറ്റ്. ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്തയിലെ നൈറ്റ് ലൈഫ് നടക്കുന്ന വളരെ മനോഹരമായിട്ടൊരു സ്ട്രീറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ടൈം വിസിറ്റിംഗ്, ടെമ്പിൾ വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഗെയിൻ നമ്മൾ ഒന്നും കൂടെ വന്നതാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്തോനേഷ്യയിൽ. ഇവിടെ ഏകദേശം ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്തയിൽ ഒരു പ്രധാന ഷോപ്പിംഗ് തെരുവാട്ടോ ഇത്. തെരുവിന് ചുറ്റുമുള്ള അയൽപ്പക്കത്തിനും ഈ പേര് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. യോഗ്യകാർത്ത ക്രാറ്റണിനും മെറാപ്പി പർവ്വതത്തിനും ഇടയിലുള്ള വരിയിൽ വടക്ക് തെക്ക് അക്ഷത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കൊട്ടാരത്തിനും അഗ്നിപർവ്വതത്തിനും ഇടയിലുള്ള വടക്ക് തെക്ക് ദിശാസൂചന പ്രാധാന്യമുള്ളതിനാൽ പ്രാദേശിക ജനസംഖ്യയിൽ പലർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കരകൗശല വസ്തുക്കൾ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സ്റ്റോറുകളാൽ നിരനിരയായി കിടക്കുന്ന മാലിബോറോ തെരുവ് എന്നാണിത് അറിയപ്പെടുന്നത്. രാത്രി ഇവിടെ മസാജിങ്ങുകളും പബ്ബുകളും ബാറുകളും അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമുകളും കുതിര സഫാരിയും ഒക്കെ ഈ സ്ട്രീറ്റിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് നമ്മൾ 1 അവറൊക്കെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോറോബുദ്ധർ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളിവിടെ കയറി. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോകും. നാളെ മോർണിംഗിൽ നമ്മൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ബാലിയിലേക്ക് പോകാനുള്ള പ്ലാനിങ് കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇന്തോനേഷ്യയിലെ ബാലി എപ്പിസോഡുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാലിബോറോ സ്ട്രീറ്റ് നിങ്ങളെന്തായാലും ഇന്തോനേഷ്യയിൽ വരുമ്പോൾ യോഗ്യകാർത്തയിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മസാജിങ്ങിന് ക്യാൻവാസ് ചെയ്യാനായിട്ട് ഇവിടെ കുറേ പേരിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെ പുറകെ ഇങ്ങനെ വരും അവർ. ഇവിടെ ഫുഡ് മസാജൊക്കെ വളരെ ലൈവായിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഫുഡ് മസാജൊക്കെ ചെറിയ ചീപ്പ് റേറ്റാണ് വരുന്നുള്ളൂ. നല്ല നമുക്ക് ഹെൽത്തൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് തിരിച്ചു പോകാൻ പറ്റും. നല്ല അടിപൊളി കാഴ്ചകളാണ്. രാത്രി 12-1 മണി വരെ ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ഫുൾ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ ഒരുപാട് മ്യൂസിക് ഷോകളും ലൈവ് മ്യൂസിക്സും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ക്രൗഡുണ്ട്. ഒരുപാട് ആളുകൾ ഒക്കെ ഇവിടെ ഒരു സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മനോഹര കാഴ്ചയാണ്. Why you video me? Give me fee. Or just not to video. Oh sure. How much massaging? How much? Massaging how much? How much? How much is wrong? Only food. Only 400. Only Food. food. 60 minutes. 60 minutes. Any discount? No discount. You YouTuber, you a lot of money. No discount. 1 hour. Full body 1 hour. Yes, body 200. India. If you want- 200. This is Yes, Indian. if you in hotel 300. 300. Hotel 300. Here how much? Hotel. No hotel. Here how much? Then Full here, body? Huh? full body 200 in here. Hotel 300. Yeah. Hotel 300. I'm going. You not expensive. No, very cheap. Not expensive. 300. No problem. Nama YouTuber man. ഇവിടെ നിന്നാണെങ്കിൽ 1000 തന്നാ മതി. ആള് പറയാ അതാ പറയുന്നത്. റബ്ബ് കാക്കട്ടെ.
അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മളൊരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ജക്കാർത്തയിലൊക്കെ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ല, അതുപോലത്തേക്കാളുള്ളൊരു കിഡിലൻ സ്പോട്ടിലേക്കാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകുന്നത്. ഒരു ബീച്ച് കഫേ ഒക്കെ ഉണ്ട്, 2-3 ബീച്ചുകളോ ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനൊക്കെ ഉള്ള അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഒരു കിഡിലൻ സ്പോട്ടാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളെ ഇന്തോനേഷ്യയിലെ ഈ ഒരു സിറ്റി ടൂർ തീരുവാണ്. നാളെ ഞാൻ യോഗ്യകാർത്തയിൽ നിന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാലിയിലേക്ക് പോവും. യോഗ്യകാർത്തയിൽ നിന്ന് നേരെ നമ്മൾ ബാലിയിലോട്ട് പോവും. യോഗ്യകാർത്തയിൽ എയർപോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബീച്ച് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏകദേശം ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബീച്ച് 2-3 ബീച്ചുകൾ ചേരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ഉൾഭാഗത്തിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ട് ആ ബീച്ച് കാണാനായിട്ട്. അപ്പോൾ റിയ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കിഡിലൻ സ്പോട്ടും കൂടിയാണ്. നമ്മളിങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്തയിലെ ഒരു മനോഹരമായിട്ടുള്ള ബെസ്റ്റ് ബീച്ചസ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാലിയിലേക്ക്. അപ്പോൾ ഇനി കാഴ്ചകൾ എവിടെയാണ് ഗായ്സ്? അങ്ങ് ബാലിയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബീച്ചിലെത്തിയിട്ട് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ ചെയ്യാം.